Welcome to another class on BTech Mathematics. ഇന്ന് നമ്മൾ GMAT 301 അതിലെ സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ നമ്മൾ ഡിസ്ക്രീറ്റ് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടീസും അതേപോലെ അതിലെ പ്രോബ്ലംസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, മീന്, വേരിയൻസ് ഡിസ്കസ് ചെയ്ത്, ദെൻ ബൈനോമിയൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അവിടെ സമ്മേഷൻ സിഗ്മ യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള റിസൾട്ട് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ വരുന്നുണ്ട്: യൂണിഫോം, എക്സ്പോണൻഷ്യൽ, അതേപോലെ നോർമൽ. പിന്നെ നമ്മളവിടെ ബൈവേരിയേറ്റ് 2 വേരിയബിളിന് പഠിച്ച പോലെ ഇവിടെ നമുക്ക് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിന് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിടെ P(x) ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് P(x) യൂസ് ചെയ്യാം, പക്ഷേ ഇൻ ജനറൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് F(x) ആണ്, ഒരു ഫംഗ്ഷൻ എന്നുള്ള നിലയിൽ. അവിടെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് PDF ആണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നതിനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ PDF എന്നാണ് പറയുക. പിന്നെ അവിടെ പഠിച്ച കണ്ടീഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ ആലോചിക്കണം, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അവിടെ സമ്മേഷൻ, ഇവിടെ നമ്മളിവിടെ ഇൻ്റഗ്രൽ, ഞാൻ -∞ to ∞ കൊടുക്കാനുള്ള കാരണം വാല്യൂസ് വരും. ടോട്ടൽ റേഞ്ച് നമ്മളെപ്പോഴും -∞ to ∞ അല്ലേ പറയാം. എന്നിട്ട് F(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ഇൻ്റഗ്രൽ എപ്പോൾ വന്നാലും കൂടെ ഒരു dx ഉണ്ട്. ഇതെന്തായിരിക്കണം? എപ്പോഴും 1 ആയിരിക്കണം. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. നമ്മളവിടെ പറഞ്ഞ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്നെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇൻ്റഗ്രൽ നമ്മളവിടെ സമ്മേഷൻ എടുത്ത പോലെ ഇവിടെ ഇൻ്റഗ്രൽ -∞ to ∞ F(x) dx 1 ആവണം. ഇവിടെ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള മീനിൻ്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി തരാം. മീന് നമുക്കറിയാം, അവിടെ നമുക്ക് മീനിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഇതിലാണെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു P(x) ആയിരുന്നു. അവിടെ നമുക്ക് P(x) വെച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ നമുക്കത് ഇൻ്റഗ്രൽ -∞ to ∞ x ഇൻറ്റു F(x) dx. ഇതാണ് ഇവിടെ മീനിൻ്റെ ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. ഇനി വേരിയൻസിൻ്റെ ഇക്വേഷനിൽ മാറ്റൊന്നുമില്ല. വിയുടെ ഇക്വേഷൻ നമുക്ക് വരുന്നത് E(x²-E(x)² ആണ്. പക്ഷേ ഇതിൽ E(x²ൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? ഇൻ്റഗ്രൽ -∞ to ∞ x² F(x) dx എന്നാണ്. നമ്മളവിടെ ഡിസ്ക്രീറ്റ് പഠിച്ച പോലെ തന്നെ നമുക്കതിനെ കണ്ടിന്യൂസിലോട്ട് മാറ്റാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. മീന്, വേരിയൻസ്, ദെൻ അതേപോലെ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ കുറച്ചെണ്ണം വേണമെങ്കിൽ ഒന്ന് പറയാം. ഇൻ്റഗ്രൽ sin x നമുക്കറിയാം -cos x ആണ്. ഇൻ്റഗ്രൽ cos x sin x ആണ്. e⁻x ആണ്. അതൊക്കെ ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ട് ഞാനിവിടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ x⁻n dx നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. എന്താണ് റിസൾട്ട്? x⁻n+1/n+1. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇൻ്റഗ്രൽ x³ dx ഒക്കെ ചോദിച്ചാൽ എന്താ റിസൾട്ട് വരിക? ഈ റിസൾട്ട് n 3 കൊടുത്താൽ x⁴/4. ഈ റിസൾട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക. നമുക്കൊരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു നോക്കുക. നമുക്കൊരു PDF എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്, ഞാനൊരു ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ PDF നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? F(x) ഇൻ്റഗ്രൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 4x, വേണ്ട നമുക്ക് kx³ എടുക്കാം. kx³ 0 x 1. അതേപോലെ 0. വേറെ എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. വേറെ എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് k കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് k നിൽക്കട്ടെ. അതേപോലെ മീന്, ദെൻ വേരിയൻസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് ആ നമ്മളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കണം. ആ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? F(x)ൻ്റെ വാല്യൂ ആൻസറിലോട്ട് നമ്മൾ പോവുകയാണ്. F(x)ൻ്റെ വാല്യൂ kx³ ആണ്. എപ്പോൾ മാത്രമാണ്? 0 x 1. വേറെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഫസ്റ്റ് k കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമ്മളുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു? എപ്പോഴും ഇൻ്റഗ്രൽ -∞ to ∞ F(x) dx എന്തായിരിക്കും? 1 ആയിരിക്കും.
അപ്പോൾ ഇവിടെ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. നമുക്കത് മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. 0 മുതൽ 1 വരെ ചെയ്താൽ മതി. കാരണം വേറെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. -∞ to 0 പ്ലസ് 0 to 1 പ്ലസ് 1 to ഇൻഫിനിറ്റി എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കാം? ഇത് 0 ആവും, ഇതും 0 ആവും. 0 to 1 ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് ആലോചിച്ചാൽ മതി. 0 മുതൽ 1 വരെ മാത്രമേ ഈ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അത് kx³ ആണ്. വേറെ എല്ലാ സ്ഥലത്തും 0 ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ which is equal to integral 0 to 1 kx³ dx equal to 1. ഇത്രയും എഴുതിയാൽ മതി. -∞ മുതൽ 1 വരെയും 1 to ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. സ്കാൻ ഞാൻ പുറത്തൊക്കെ എടുത്തു. പിന്നെ ഇന്റഗ്രൽ 0 to 1 x³ dx which is equal to 1 എന്ന് വരും. ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ. ഇന്റഗ്രൽ 0 to 1 x³ dx എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം ഈ ഇന്റഗ്രലിന് ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും ഉണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഇന്റഗ്രൽ x³ dx നമുക്കറിയാം x⁴/4. അപ്പോൾ ഇതിനൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ചെറിയ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ x⁴/4 നമ്മൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇത് നമുക്ക് അറിയാത്ത ആൾ x ആണ്. എക്സിന് ആദ്യം ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുക. 1⁴/4 മൈനസ് 0⁴/4. 1/4 മൈനസ് 0 which is equal to 1/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k ഇൻറ്റു ഈ ഇൻ്റഗ്രൽ ചെയ്താൽ 1/4 which is equal to 1, k equal to 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് k കിട്ടി. k കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ f(x) ഒന്ന് മാറ്റി എഴുതുക. സോ നമ്മുടെ f(x) എന്തായിട്ട് വരും? kക്ക് പകരം 4 കൊടുത്താൽ 4x³. എപ്പോഴാണ് 4x³? 0 ലെസ് ദാൻ x ലെസ് ദാൻ 1. വേറെ എല്ലാ സ്ഥലത്തും എന്താണ്? 0. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ മാറ്റാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ മീനിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. മീനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? e(x) നമ്മളുടെ എക്സ്പെക്ടേഷൻ ആണ് which is equal to ഇന്റഗ്രൽ. നമ്മൾ വീണ്ടും -∞ to ഇൻഫിനിറ്റി ഇടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആകെ ഇവിടെ 0 മുതൽ 1 വരെ ഉള്ളൂ. x f(x) dx ആണ് ഇക്വേഷൻ. x f(x) dx which is equal to 0 to 1 x into f(x) എന്താ? ഇപ്പോൾ നമുക്ക് കിട്ടിയ f(x) ഏതാ? 4x³ dx. ഓക്കെ. സോ ഇനി നമുക്കതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താണ് ഇൻ്റഗ്രേഷൻ്റെ ബേസിക് റിസൾട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 4 കോൺസ്റ്റന്റ് ഞാൻ പുറത്തേക്ക് വെച്ചു. ഇന്റഗ്രൽ 0 to 1 x into x³ എന്ന് പറഞ്ഞാൽ x⁴ വരും. x⁴ dx. ഇവിടെ ഒരു എക്സും ഒരു x³ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ x⁴. x⁴ 4 പുറത്തുണ്ട്. 4 ഇൻറ്റു x⁴ ഇന്റഗ്രൽ നമുക്കറിയാം x⁵5/5 ആണ്. അതിന് ഞാൻ ലോവർ ലിമിറ്റും കൊടുത്തു, അപ്പർ ലിമിറ്റും കൊടുത്തു. which is equal to x⁴ ഇന്റഗ്രൽ x⁵5/5 ആണ്. അത് ഞാൻ അപ്പർ ലിമിറ്റും കൊടുത്തു, ലോവർ ലിമിറ്റും കൊടുത്തു. സോ 4 ഇൻറ്റു നമുക്ക് ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കണം 1⁵5/5 മൈനസ് 0⁵5/5 which is equal to 4 ഇൻറ്റു 1/5 എന്ന് വരും. കാരണം ഇത് 0 ആയിട്ട് പോകും. സോ ആൻസർ എന്ത് വരും? 4/5. ഇതാണ് നമുക്ക് മീനായിട്ട് വരുന്നത്. നമുക്കിതിൽ വേരിയൻസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. വേരിയൻസ് v(x) നമുക്ക് ഇക്വേഷൻ അറിയാം. e(x² മൈനസ് e(x)² എന്ന് വരും. അതില്ലേ ഇത് നമുക്ക് ഓൾറെഡി കിട്ടി. v(x) 4/5ന്റെ സ്ക്വയർ എടുത്താൽ മതി. നമുക്ക് e(x² ഒന്ന് ചെയ്ത് നോക്കാം. e(x² ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 0 to 1 കൊടുത്താൽ മതി. x² f(x) dx എന്ന് വരും. which is equal to ഇന്റഗ്രൽ 0 to 1 x² into f(x) എന്തായിരുന്നു? 4x³ dx which is equal to 4 ഞാൻ പുറത്തേക്ക് വെച്ചു. 0 to 1 x² into x⁻³ എന്താ വരുടെ? x⁵5 dx എന്ന് വരും. ഓക്കെ. 4 ഇൻറ്റു x⁵5ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം x�6/6. നിങ്ങൾക്ക് റിസൾട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സിന്റെ പവറിൽ എന്താ ഉള്ളത് നോക്കുക. 5 അതിനോട് ഒന്ന് ആഡ് ചെയ്യുക. അത് താഴെ എഴുതുക എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പഠിച്ചു നോക്കുക. 0 to 1 നമ്മൾ അപ്പുറം കൊടുക്കുന്നു, ലോവറും കൊടുക്കുന്നു. സോ which is equal to 4 into 1/6 ഉണ്ടാവും. സോ which is equal to 4 into 1/6 4/6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 4/6നെ നമുക്ക് ചെറുതാക്കാം. 4/6നെ ചെറുതാക്കിയാൽ 2/3. അപ്പോൾ ഈ നമുക്ക് v(x) ചെയ്താലോ. v(x) എന്താ വരിക? e(x²) 2/3 മൈനസ് 4/5 എന്ന് വരും. which is equal to 2/3 മൈനസ് 16/25. നമുക്കൊന്ന് ചെറുതാക്കിയാൽ എന്താ വരിക?
ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 50 മൈനസ് 48 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2/75, 0.0267 എന്നുള്ള ആൻസർ കിട്ടും. 2/75 എന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. നമുക്ക് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിസ്ക്രീറ്റിൽ നമ്മൾ പഠിച്ചത് P(x), PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇവിടെ അത് PDF ആണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പിന്നെ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അവിടെ നമ്മൾ സമ്മേഷൻ എടുത്തതിന് പകരം ഇൻ്റഗ്രേഷൻ എടുക്കും. -∞ to ∞ കംപ്ലീറ്റ് റേഞ്ച് നമ്മൾ കൊടുക്കും. f(x) dx = 1 ആയിരിക്കും എപ്പോഴും. ദെൻ നമ്മളതിൻ്റെ മീനിനൊരു ഇക്വേഷൻ, ഇന്റഗ്രൽ -∞ to ∞ x × f(x) dx, അതാണ് ഇവിടുത്തെ എക്സ്പെക്ടേഷൻ. ദെൻ വേരിയൻസ് e(x²) - e(x²) വരും. e(x²) വേണ്ടി ഇന്റഗ്രൽ -∞ to x² × f(x) dx നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇന്റഗ്രേഷൻ്റെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. എല്ലാ റിസൾട്ടും ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ അറിയാവുന്നതാണ്. പല റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട റിസൾട്ട് ഒന്നിനുള്ള ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ആവശ്യമുള്ള റിസൾട്ടുകളാണ്. sin x ന്റെ റിസൾട്ട് നമുക്കറിയാം -cos x ആണ്, ഒരിക്കലും മൈനസ് വിട്ടുപോകരുത്. ദെൻ ഇന്റഗ്രൽ cos x ന്റെ നമുക്കറിയാം sin x ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവും, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരുന്ന റിസൾട്ടുകളാണ്. ഞാൻ 1-2 ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിടാം. ഇന്റഗ്രൽ e(ax/a) ആണ്. അതായത് ഒരു ഇന്റഗ്രൽ e(2x) ഒക്കെ വന്നാൽ e(2x/2) എന്നുള്ള റിസൾട്ട് വരും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 റിസൾട്ട്, ഇന്റഗ്രൽ sin ax എന്ന് പറഞ്ഞാൽ -cos ax/a ആണ്. അഡീഷണൽ ആയിട്ട് ഒരു ടേം കൂടി വരുമ്പോൾ റിസൾട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്റഗ്രൽ cos ax എന്ന് പറഞ്ഞാൽ sin ax/a. അതായത് നമ്മളുടെ റിസൾട്ട് നിങ്ങൾ എടുക്കുക. e(x) ന്റെ ഇന്റഗ്രൽ എന്താ? e(x). അപ്പോൾ e(2x) ന്റെ ഇന്റഗ്രൽ e(2x/2) e(ax/a) ആണെങ്കിൽ, അതേപോലെ sin x ന്റെ റിസൾട്ട് -cos x ആണ്. അപ്പോൾ sin ax എന്ന് വരുമ്പോൾ -cos x/a. cos x ന്റെ റിസൾട്ട് sin x ആണ്. അപ്പോൾ cos ax വരുമ്പോൾ sin ax/a. അങ്ങനെയുള്ള കുറച്ച് റിസൾട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കറിയാവുന്നതാണ് 1/x ന്റെ ഇന്റഗ്രൽ log x ആണ്, 1 ന്റെ ഇന്റഗ്രൽ x ആണ്, k ഒരു കോൺസ്റ്റന്റിൻ്റെത് k × x ആണ്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അതിനുശേഷം നമ്മൾ നേരെ ഒരു ക്വസ്റ്റ്യനിലോട്ട് കടന്നു. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തരും. ഇത് ഉദ്ദേശിക്കുന്നത് 0 മുതൽ 1 വരെ മാത്രമേ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളൂ, kx³. വേറെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് -∞ to ∞ ഉണ്ട്, പക്ഷേ നമ്മൾ 0 to 1 ചെയ്താൽ മതി, കാരണം വേറെ എല്ലാ സ്ഥലത്തും 0 ആണ്. അപ്പോൾ k നമ്മൾ 1 ഈക്വേറ്റ് ചെയ്തിട്ട് k കണ്ടുപിടിച്ച ശേഷം ഫംഗ്ഷൻ വീണ്ടും നമ്മൾ മാറ്റി എഴുതുന്നു. ദെൻ അതിൻ്റെ മീൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, x × f(x) dx ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. e(x²) ചെയ്യുമ്പോൾ x² വരും. അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്, ഈ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഇൻ്റഗ്രേഷൻ്റെ ബേസിക് റിസൾട്ട് മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകളൊന്നും മറന്നു പോകരുത്. നമ്മൾ പഠിച്ച എല്ലാ റിസൾട്ടുകളും, നമ്മൾ ഇൻ്റഗ്രേഷൻ ഒരു റിസൾട്ട് മുകളിൽ എഴുതിയിരുന്നു, അടുത്തൊരു റിസൾട്ട് ഇവിടെ ഉണ്ട്, e(ax) ന്റെ റിസൾട്ട് അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഈ 2 റിസൾട്ടും, സൈനും കോസും റിലേറ്റ് ചെയ്ത് വരുന്ന ഈ റിസൾട്ടുകളും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ ഒരു റിസൾട്ടും കൂടി ഇവിടെ പറഞ്ഞിരുന്നു, എന്താണ്? x⁻n. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു റിസൾട്ടാണ്. അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. f(x) = k/1 + x². ഇതായിരുന്നു ക്വസ്റ്റ്യൻ. -∞ x ∞. ഇവിടെ നമ്മൾ -∞ to ∞ തന്നെ കൊടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും k കണ്ടുപിടിക്കാനാണല്ലോ. അപ്പോൾ ഇന്റഗ്രൽ ഇവിടെ നമ്മൾ -∞ to ∞ തന്നെ കൊടുക്കണം. ദെൻ k/1 + x² dx = 1 എന്ന് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കേനെ ഞാൻ അങ്ങ് പുറത്തൊക്കെ എടുത്താൽ ഇന്റഗ്രൽ -∞ to ∞ 1/1 + x² dx = 1 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു റിസൾട്ട് ആവശ്യമുണ്ട്. എന്താണ്? ഇന്റഗ്രൽ 1/1 + x². എന്താണ് റിസൾട്ട്? tan 1x ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, tan 1x ആണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതെന്ത് വരും? ഈ റിസൾട്ട് എന്തിനു പകരം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ
ടാൻ ഇൻവേഴ്സ് എക്സ് വരും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ ആവശ്യമുണ്ട്. കെ ഇൻറ്റു ടാൻ ഇൻവേഴ്സ്, ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടത്. അപ്പോൾ എക്സിന് വരെ ഇൻഫിനിറ്റിയും കൊടുക്കുക മൈനസ് ഇൻഫിനിറ്റിയും കൊടുക്കുക. ഇനി നിങ്ങൾ അതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ π/2 ആണ്. ദെൻ മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് π/2 വരും. മൈനസ് π/2 ബ്രാക്കറ്റ് ഇടുന്നത് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് വിച്ച് ഈസ് ഈക്വൽ ടു 1. വേറെ എന്തോ റിസൾട്ടും കൂടി അവിടെ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി π/2 ആണ്. ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് π/2 ആണ്. ഇനി നമുക്ക് ചെയ്യാം കെ ഇൻറ്റു π/2. ഈ മൈനസും മൈനസും എന്താവും, പ്ലസ് ആവും. π/2 പ്ലസ് π/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. കെ ഇൻറ്റു π/2 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ 2π/2 വിച്ച് ഈസ് ഈക്വൽ ടു പൈ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. സോ നമുക്ക് കെ എന്ത് കിട്ടും, കെ ഈക്വൽ ടു 1/π എന്ന് കിട്ടും. 1/π. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് റിസൾട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഇൻ്റഗ്രൽ റിസൾട്ട് എടുത്താൽ തന്നെ, കാരണം എക്സിലുള്ളതായതുകൊണ്ട്. ഈ റിസൾട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇൻ്റഗ്രൽ 1/1 + x² ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, മീൻ്റെയും വേരിയൻസിൻ്റെയും. ഓക്കെ, താങ്ക് യു.